ഞാൻ വിജയനോടൊരു സന്തോഷം വരട്ടെന്ന് ചോദിച്ചു പറഞ്ഞല്ലേ, അല്ലെ വിജയന് തോന്നിയില്ലേ? വിജയനെ കാണാൻ ആരും വന്നില്ല. വിജയനെ കാണാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, താരമാണ്. അപ്പൊ നമ്മുടെ അമ്മമാരൊക്കെ അറിഞ്ഞോ? അമ്മമാർക്കൊക്കെ വലിയ സങ്കടമുള്ള കാലമാണ്. സങ്കടമൊന്നുമില്ല. അല്ല, ഇതല്ല ഞാൻ പറഞ്ഞത്, ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വഴിതെറ്റുന്നു എന്നുള്ളതേ. അപ്പൊ നിങ്ങൾ ആരാ ഒരു അഭിപ്രായം പറയുന്നത്? അമ്മമാരോട് വരണ്ടല്ലോ, ആരാ ഒരു അഭിപ്രായം പറയുന്നേ? നല്ല കുട്ടികളുള്ള അമ്മമാരും ഇല്ലേ? അമ്മേ, അമ്മമാരൊക്കെ ഞങ്ങളുടെ ഇവിടെ ബാറില്ലായിരുന്നു, അതിപ്പോ ഇവിടെ ബാറുണ്ടായി. ബാറുണ്ട്. അപ്പൊ അല്ലെ പല വീടുകളിലും അമ്മമാർക്ക് കുട്ടികളൊക്കെ ഈ MDMA പോലുള്ള ലഹരി വസ്തു ഉപയോഗിക്കുന്നു. വ്യക്തമായിട്ട് തന്നെ ഞങ്ങളും പ്രതികരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദൂരദേശത്ത് നിൽക്കുന്ന പിള്ളേർക്കും ഞങ്ങൾ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. പഠിക്കാൻ പോകുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചും വേണം. പഴയ കാലങ്ങളല്ല, ഇതെല്ലാം പിള്ളേർക്ക് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ആക്ച്വലി ഇവിടുത്തെ നമ്മുടെ പോലീസ് എല്ലാം വളരെ നല്ല സജീവ പോലീസാണ്. അവരെ കൊണ്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഇല്ലാതെ പോയത് പൊളിറ്റിക്കൽ ഡിറ്റർമിനേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് നല്ലത്. താമസമായി സംഘം ബെവറേജ്. എന്റെ പേര് പുഷ്പവലി, ഞാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ലഹരി മരുന്ന് കൂടുതലായിട്ട് കൂടുതൽ ഈ കേറ്ററിംഗുകാരൊക്കെ കൂടെയാണ് ഈ കൂടുതലും ഉള്ളതൊക്കെ. കുട്ടികളെ ബോധേഡാക്കുക, അത് മാത്രം ചെയ്യാം. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഈ ബെവറേജിനെതിരായിട്ട് സമരം ചെയ്തൊരു സംഘത്തെ ഇവിടെ കണ്ടല്ലോ. അത് കഴിഞ്ഞ ഒരു ഇടവേള നമുക്ക് പോകണം. നിങ്ങളാണ് ബെവറേജിനെതിരായിട്ട് സമരം ചെയ്യാൻ പോയത്. അപ്പോൾ നമ്മൾ ഓക്കെ, എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ ഈ ബെവറേജിനെതിരായിട്ട് എന്തോ സമരം ചെയ്യാൻ പോകുന്നു? സമരം ചെയ്യുകയാണ്. മാങ്ങാനത്ത് ഒരു ബെവറേജിന്റെ ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അത് എന്താ കുഴപ്പം നിങ്ങൾക്ക്? സത്യവും നീതിയും ജയിക്കണ്ടേ? ഞങ്ങളുടെ തലമുറകളെല്ലാം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. പുതിയ തലമുറ വേണ്ടെന്നുള്ളതാണോ? സമരം ശക്തമാണോ? അതെ, ഞങ്ങൾ 30 ദിവസമായിട്ട് അതിന്റെ മുമ്പിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമരമാണോ? നിരാഹാരമാണോ? നിരാഹാരമല്ല, പ്രത്യക്ഷ സമര പരിപാടി എല്ലാ ദിവസവും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഡിമാൻഡ് എന്താണ്? മെയിൻ ഡിമാൻഡ് ബിവറേജ് തുറക്കാൻ പാടില്ല. സ്കൂളിന്റെ ജംഗ്ഷൻ, സ്കൂളിനടുത്താണ്. സ്കൂൾ ജംഗ്ഷൻ എന്നാണ് ആ ജംഗ്ഷന്റെ പേര്. അവിടെയാണ് ഇത് വെച്ചേക്ക്. ബിവറേജ് ഔട്ട്ലെറ്റ് വേണ്ട, ഞങ്ങൾ സമരത്തിലാണ്. പുതിയ തലമുറയെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ്, ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ ബെവറേജ് ഓപ്പണിംഗ് ഔട്ട്ലെറ്റ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സമരം, അതുപോലെ സമരമാണ് അവിടെ നടക്കുന്നത്. ചെയർമാനാണോ? ചെയർമാനെ, ഞാനേ ഒരു 600 കുടിഭ്രാന്തന്മാരെ കുടിയിൽ നിന്ന് വിമോചിപ്പിച്ച് 24 കൂട്ടായ്മകളിലൂടെ ഓരോ ആഴ്ചയിൽ നിങ്ങൾ ചാനലിലിരിക്കുന്ന സമയത്തെല്ലാം ഞാൻ അവരോടൊപ്പമാണ്. അങ്ങനെ വിടുവിച്ച് കൊണ്ടുവരുന്ന പുറത്തിറങ്ങി. അതെ, ഇപ്പൊ നിങ്ങൾ ചാനലിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, 24 ചാനൽ ഈ മദ്യം എന്ന് പറയുന്നത് ലഹരിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ലഹരി തന്നെ, ലഹരി തന്നെ. സർക്കാരിന് ലഹരി അല്ല. എന്താ കുഴപ്പമെന്നറിയോ? നമ്മളിപ്പോ മദ്യം മുഴുവൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് MDMA അവിടെ കിടക്കട്ടെന്ന് പറഞ്ഞാൽ വലിയ അപകടം. MDMAയുടെ റിയൽ ഇഫക്ട് അങ്ങേക്ക് അറിയാലോ. അതിനേക്കാൾ അപകടമാണ് ഈ മദ്യത്തിന്റെ വ്യാപനവും അതിനെ തുടർന്ന് അതിന്റെ സബോർഡിനേറ്റ് ആയിട്ട് ഇത് കൊടുക്കുകയും ചെയ്യുന്നത്. അല്ലെ, MDMA വ്യാപനം പിന്നെ മദ്യം തടയേണ്ട കാര്യമില്ല. അങ്ങനെയല്ലേ ഇടക്കാലത്ത് പറഞ്ഞത്? അങ്ങനെയല്ലേ? ഇത് ഇവിടെ രാസലഹരി പടരും, അതുകൊണ്ട് ഷാപ്പ് അടയ്ക്കരുത്, തുറന്നു വെക്കണമെന്നല്ലേ പറഞ്ഞു. ഇപ്പോൾ 29 എന്ന് പറയുന്നത് ആ വലിയ മനുഷ്യൻ അവിടെ കിടക്കുന്നു. 1127 ആയി. 1127 കാലത്ത് കുറച്ചുകൊണ്ട് വന്നു. 29 എണ്ണം ഇപ്പൊ 1127 ആയി. അപ്പൊ എത്രയായി? ശതമാനം ആയെന്ന് കൂട്ടുക. മദ്യം ലഹരി അല്ല എന്ന് പ്രഖ്യാപിക്കുക, അന്തസ്സായിട്ട് അത് സർക്കാർ പ്രഖ്യാപിക്കുക. എന്നിട്ടാണ് ലഹരിക്കെതിരെ ഇവിടെ നടക്കുന്ന സർക്കാരിന്റെ നേതൃത്വത്തിൽ. അതിന് നിങ്ങൾ ചാനലുകാരും കൂടെ പിന്തുണയ്ക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരുതരം ബ്രെയിൻ വാഷിന്റെ ഇടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ 2-3 ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ, അവർ കഴിഞ്ഞ കാലത്ത് എന്തായിരുന്നുവെന്നും ഇപ്പോൾ അവർ അനുഭവിക്കുന്ന സൗഖ്യം എന്താണെന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ, ഈ രാസലഹരി അല്ല, കഞ്ചാവും അല്ല, ഈ മദ്യം പോലും ലഹരിയുടെ കൂട്ടത്തിൽ അതിന്റെ വ്യാപനം തടയണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങയുടെ ഫുൾ നെയിം? പ്രൊഫസർ C. മാമച്ചൻ, കൊല്ലം ജില്ലക്കാരനാണ്, നെടുമ്പന പഞ്ചായത്തുകാരനാണ്. നെടുമ്പന പഞ്ചായത്ത്. അപ്പോൾ പ്രൊഫസർ മാമച്ചൻ പറഞ്ഞത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. കാരണം ഇത്രയും ബാറുകളുടെ എണ്ണം സംസ്ഥാനത്ത് കൂടി എന്നുള്ളത് തീർച്ചയായിട്ടും മദ്യത്തിലേക്ക് ആൾക്കാർ കൂടുതൽ പോകാനുള്ള കാര്യം.